Hi, welcome back again. EET 283 സെക്കൻഡ് ലെക്ചർ സീരീസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് മൊഡ്യൂൾ 1 ഓക്കെ ടോപ്പിക്സ് കവർ ചെയ്തിരിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, അതിന്റെ സ്കീമാറ്റിക് അറേഞ്ച്മെന്റ്, ചോയ്സ് ഓഫ് സൈറ്റ്, എങ്ങനത്തെ സൈറ്റ് ചോയ്സ് ചെയ്യണം, കൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്തൊക്കെയാണ് ഇത് വേണ്ടത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ യൂസ് വെച്ചിട്ട് പ്രൈം മൂവർ വർക്ക് ചെയ്യിച്ചിട്ട് ജനറേറ്റ് ചെയ്യണതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണ്. The generating station which utilizes potential energy of water at a high level of the generation of electrical energy is not hydroelectric power station. അതായത് നമ്മൾ ഹൈറ്റിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ടർബൈനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട്, അതായത് വെള്ളം പുഷ് ചെയ്തിട്ട് യൂസ് ചെയ്യണ ജനറേഷൻ ആണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ജനറലി ലൊക്കേറ്റഡ് ഇൻ ഹിൽ ഏരിയസ്. നിങ്ങൾക്കറിയാം, ഡാമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഡാംസ് ക്യാൻ ബി ബിൽഡ് കൺവീനിയന്റ്ലി ആൻഡ് ലാർജ് വാട്ടർ റിസർവേഴ്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. In a hydroelectric power station, waterhead is created by constructing a dam across a river or lake. ഇങ്ങനെ ഒരു ഡാം എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നല്ലൊരു വാട്ടർ ഹെഡ് കിട്ടും. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിലുള്ള പ്രഷറിൽ വെള്ളം ഇങ്ങോട്ട് വരും. അപ്പൊ ആ വരുന്ന വെള്ളം എന്ത് ചെയ്യും? ഇതിന്റെ ടർബൈനിൽ കറക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ആ ടർബൈൻ കറക്കുമ്പോൾ എന്താണ്? ഇതിന് നമുക്ക് പ്രൈം മൂവർ വർക്ക് ചെയ്തു. നേരത്തെ പറഞ്ഞ പ്രൈം മൂവർ അല്ലെ? ആ പ്രൈം മൂവർ കാരണം കൊണ്ട് എന്ത് ചെയ്യും? അത് ജനറേറ്ററിന്റെ ഇതായിട്ട് കപ്പായിരിക്കും. അപ്പൊ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 3 ഫേസ് AC ഉണ്ടാവും. ഇനി ഈ വരുന്ന വെള്ളം ഈ ടർബൈനിൽ കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇതിൽ കൂടെ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി പിടിച്ചിട്ട് കൈനറ്റിക് എനർജി ആക്കും, കൈനറ്റിക് എനർജി പിടിച്ചിട്ട് ഇലക്ട്രിക് എനർജി ആക്കും. ഓക്കെ, the water turbine captures the entire falling waters and changes the hydraulic energy into mechanical energy at the turbine shaft. The turbine drives the alternator which converts mechanical energy into electrical energy. ടർബൈൻ കൺവേർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷ് പറയുന്നുള്ളൂ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആർ ബിക്കമിങ് വെരി പോപ്പുലർ ബിക്കോസ് ദ റിസർവ്സ് ഓഫ് ഫ്യൂൽസ് കോൾ ആൻഡ് ഓയിൽ ആർ ഡിപ്ലീറ്റിംഗ് ഡേ ബൈ ഡേ. ഇത് ഭയങ്കര പോപ്പുലർ ആവാനുള്ള കാരണം വെച്ചാൽ കോളും അതുപോലെ ഓയിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി പോപ്പുലർ ആണ്. They have the added importance for flood control, storage of water for irrigation, water for drinking purpose. ഇനി അത് കൂടാതെ എന്താണ്? ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് വാട്ടർ ഈ പോണത് വാട്ടർ ഇറിഗേഷനും അതുപോലെ ഡ്രിങ്കിങ് പർപ്പസസിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. സ്കീമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകുള്ളൂ. കാരണം നിങ്ങൾക്ക് ആ സെന്റൻസോട് കൂടി കാണുമ്പോഴാവും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. Okay. Although a hydroelectric power station simply involves the conversion of the hydraulic energy into electrical energy, yet it embraces many arrangements for proper working and efficiency. Proper working efficiency ഒരുപാട് കാര്യങ്ങൾ വേണം. സ്കീമാറ്റിക് അറേഞ്ച്മെന്റ്, ആദ്യം നമ്മൾ ഡാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടുന്ന് ഒരു പ്രഷർ ചാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രഷർ ചാനലിൽ നിന്ന് ഇങ്ങനെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടേക്ക് പവർ ഹൗസിലേക്ക് കൊടുക്കുക. ഇവിടെ ഒരു സർജ് ടാങ്ക് ഉണ്ടാവും. കാരണം ഇത് പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാമിൽ നിന്ന് വെള്ളം വരുന്നുണ്ടാവും. ഇവിടെ ക്ലോസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് ഹൈ പ്രഷറിൽ വെള്ളം ഇതിൽ പ്രഷർ കൂട്ടും. ഇവിടെ പ്രഷർ കൂട്ടും അല്ലെങ്കിൽ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി സർജ് ടാങ്കിലോട്ട് ഇങ്ങോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ വാൾവ് ഹൗസ് പറഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. The dam is constructed across a river or lake. Water from the catchment area collects at the back of the dam to form a reservoir. നമ്മൾ ഒരു റിവറിനെ ക്രോസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടെ, ബാക്കി അതിൽക്ക് കുറേ സ്ഥലത്ത് നിന്ന് വെള്ളം വന്ന് കയറും അല്ലെ? A pressure tunnel is taken off from the reservoir and water brought to the valve house as the start of the penstock. അതായത് പെൻസ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യണ വരെ പ്രഷർ ടണൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. The valve house contains main sluice valves and automatic isolating valves. ആ നമ്മൾ നേരത്തെ കണ്ടതിൽ ഇങ്ങനെ പ്രഷർ ചാനൽ വന്നിട്ട് അതിന്റെ മുകളിലൊരു വാൾവ് ഹൗസ് ഉണ്ടാവും. അവിടെ മെയിൻ സ്ലൂയിസ് വാൾവ്സ് ഉണ്ടാവും, ഓട്ടോമാറ്റിക് ഐസൊലേറ്റിംഗ് വാൾവ്സ് ഉണ്ടാവും. The former controls the water flow to the power house and the later cuts off supply of water when penstock bursts. അപ്പൊ എന്താ വെച്ചാല് വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ, പവർ ഹൗസ് കൺട്രോൾ ചെയ്യാൻ, ഇനി എന്തെങ്കിലും ഒരു പെൻസ്റ്റോക്കിൽ ഇതുണ്ടായി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അവിടെ വാട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യണം. From the valve house, water is taken to water turbine through a huge steel pipe known as penstock. വാൾവ് ഹൗസിൽ നിന്ന് ഇങ്ങനെ സ്ലാൻഡ് ആയിട്ട് കിടക്കുന്നതാണ് പെൻസ്റ്റോക്ക്. ഹ്യൂജ് സ്റ്റീൽ പൈപ്പ് ആയിരിക്കും. The water turbine converts hydraulic energy into mechanical energy. ഈ വാട്ടർ ടർബൈൻ എന്ത് ചെയ്യും? ഹൈഡ്രോളിക് എനർജിനെ മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്യും. The turbine drives the alternator which converts mechanical energy into electrical energy.
ഒരു സർജ് ടാങ്ക് നമ്മളിവിടെ കണ്ടിരുന്നു അല്ലെ. സർജ് ടാങ്ക് ദാറ്റ് ഈസ് ഓപ്പൺ ഫ്രം ടോപ്പ് ഈസ് ബിൽറ്റ് ജസ്റ്റ് ബിഫോർ വാൾവ് ഹൗസ്. വാൾവ് ഹൗസിന്റെ തൊട്ട് മുന്നിൽ ഒരു സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ്? പ്രൊട്ടക്ട്സ് ദ പെൻസ്റ്റോക്ക് ഫ്രം ബേഴ്സ്റ്റിംഗ് ഇൻ കേസ് ദ ടർബൈൻ ഗേറ്റ്സ് സഡൻലി ക്ലോസ് ഡ്യൂ ടു ഇലക്ട്രിക്കൽ ലോഡ് ബീങ് ത്രോൺ ഓഫ്. ചിലപ്പോ ഈ പെൻസ്റ്റോക്ക് പൈപ്പ് സഡൻലി ചിലപ്പോൾ എന്താവും, അത് ടർബൈന് ചിലപ്പോൾ എന്താവും, ഇതാവും. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന വെള്ളം തിരിച്ചു പോകാനുള്ളൊരു ഇതുണ്ടാവില്ല. അവിടെ പ്രഷർ വന്നിട്ട് പെൻസ്റ്റോക്ക് പൈപ്പ് ബേഴ്സ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർജ് ടാങ്ക്. When the gates close, there is a sudden stopping of water at the lower end of the penstock. ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൻസ്റ്റോക്ക് വരുന്നതിന്റെ ഇത് വരെ എന്തുണ്ടാവും, ഭയങ്കര പ്രഷർ ഉണ്ടാവും. കോൺസിക്വന്റ്ലി ദ പെൻസ്റ്റോക്ക് ക്യാൻ ബേഴ്സ്റ്റ് ലൈക്ക് എ പേപ്പർ ലോഗ്. ഒരു ഇത് സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദ സർജ് ടാങ്ക് അബ്സോർബ്സ് ദിസ് പ്രഷർ സ്വിംഗ് ബൈ ഇൻക്രീസിങ് ഇൻ ഇറ്റ്സ് ലെവൽ ഓഫ് വാട്ടർ. അപ്പൊ ഈ സർജ് ടാങ്കിലോട്ട് ഈ വരുന്ന വെള്ളത്തിന്റെ പ്രഷർ പെട്ടെന്ന് അതിലോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, അത് പ്രൊട്ടക്ട് ചെയ്യും. നെക്സ്റ്റ്, ചോയ്സ് ഓഫ് സൈറ്റ് ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. എന്തൊക്കെയാണ്? നമുക്ക് വെള്ളം അവൈലബിൾ ആവണം, നല്ല വെള്ളം അവൈലബിൾ ആവണം. അപ്പോൾ സിൻസ് ദ പ്രൈമറി എക്യുപ്മെന്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇസ് ദ അവൈലബിലിറ്റി ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ, സച്ച് പ്ലാന്റ്സ് ഷുഡ് ബി ബിൽറ്റ് അറ്റ് എ പ്ലേസ് വേർ അഡ്യൂക്കേറ്റ് വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് എ ഗുഡ് ഹെഡ്. ഒരു ഹൈ ലെവലിൽ ഹില്ലി ഏരിയയിലായിരിക്കണം അതും വെള്ളം അവൈലബിൾ ആണ്. അടുത്ത, സ്റ്റോറേജ് ഓഫ് വാട്ടർ. നമുക്ക് വെള്ളം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണം, സ്റ്റോർ ചെയ്യാൻ പറ്റണം. കാരണം എന്താ വെച്ചാൽ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് എന്ത് ചെയ്യണം, പവർ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ മഴക്കാലത്ത് വെള്ളം വന്ന് കുറച്ചല്ല സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്, ഹൈ സ്റ്റോറേജ് ഓഫ് വാട്ടർ വേണം. അതാണ് ഡാം അങ്ങനെയായിട്ട് കെട്ടിവെച്ചത്. ഓക്കെ, അതിന്റെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എന്താന്നുള്ളത്. പിന്നെ കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ്. അതുപോലെ കോസ്റ്റ്, ലാൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ പ്ലാന്റ് എന്തായിരിക്കണം, റീസണബിൾ പ്രൈസിൽ കിട്ടണം. അതുപോലെ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഗ്രൗണ്ട് ഷുഡ് ബി അഡിക്വേറ്റ് ടു വിത്ത്സ്റ്റാൻഡ് ദ വെയിറ്റ് ഓഫ് ഹെവി എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ. അതായത് വലിയ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ആ എക്യുപ്മെന്റ് അവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, താന്നു പോവേ ചെരിഞ്ഞു പോവേ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ ലാൻഡും അങ്ങനെ ആയിരിക്കണം. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. കാരണം എന്താണ്, ഹൈഡ്രോ പ്ലാന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, റെയിൽ വഴി നമ്മളവിടെ കുറവാണ്, റോഡ് വഴിയെങ്കിലും നെസസറി എക്യുപ്മെന്റ്, വലിയ വലിയ എക്യുപ്മെന്റ്സ്, മെഷീനറി എന്ത് ചെയ്യണം, ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഈ എല്ലാ ചോയ്സസും നമുക്ക് നോക്കണം. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് എന്തൊക്കെയാണ്? ഹൈഡ്രോളിക് സ്ട്രക്ചർ വേണം, വാട്ടർ ടർബൈൻ വേണം, ഇലക്ട്രിക് എക്യുപ്മെന്റ് വേണം. അപ്പൊ ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്തൊക്കെയെന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. അതിൽ ഡാം ഉണ്ട്, സ്പിൽവേസ് ഉണ്ട്, ഹെഡ് വർക്ക്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പെൻസ്റ്റോക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അടുത്ത് പറയും. ഓക്കെ, ഇതാണ് പറയുന്നത്. ഡാം ഉണ്ട്, സ്പിൽവേസ് ഉണ്ട്, ഹെഡ് വർക്ക്സ് ഉണ്ട്, സർജ് ടാങ്ക് ഉണ്ട്, പെൻസ്റ്റോക്ക് ഉണ്ട്, പിന്നെ ആക്സസറി വർക്ക്സ്. ഇത്രയുള്ളതാണ്. ഡാം എന്താ നമുക്കറിയാം അല്ലെ, ഒരു ബാരിയർ വിച്ച് സ്റ്റോഴ്സ് വാട്ടർ ആൻഡ് ക്രിയേറ്റ് വാട്ടർ ഹെഡ്, ഒരു വാട്ടർ ഹെഡ് ക്രിയേറ്റ് ചെയ്യും. Dams are built of concrete or stone masonry, earth or rock fill. ഡാംസ് വലിയ കോൺക്രീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കും. ടൈപ്പ് ആൻഡ് അറേഞ്ച്മെന്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ടോപ്പോഗ്രഫി ഓഫ് ദ സൈറ്റ്. എങ്ങനെയാണെന്നുള്ളത് അവിടുത്തെ സൈറ്റിനനുസരിച്ചിട്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡാം സ്ട്രൈറ്റ് ആയിരിക്കും. നമ്മൾ ഇടുക്കി ഡാമിന് എന്താ പറയാ, ആർച്ച് ഡാം എന്ന് പറയാം അല്ലെ, അതൊരു ഭയങ്കര വെറൈറ്റി അല്ലെ. അപ്പോൾ അവിടുത്തെ സ്ട്രക്ചറിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുക. സ്പിൽവേസ്. എന്താണ് സ്പിൽവേസ്? There are times when the river flow exceeds the storage capacity of the reservoir. Such a situation arises during heavy rainfall in the catchment area. In order to discharge the surplus water from the storage reservoir into the river on the downstream side of the dam, spillways are used. Spillways are constructed of concrete piers on the top of the dam. Gates are provided. ഇതെന്ത് സംഭവം വെച്ചാല്, നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മള് ഈ ഇവിടുത്തെ പ്രശ്നം പറഞ്ഞിട്ടല്ലോ, അവിടെ സ്പിൽവേസിൽ കൂടെ വെള്ളം കടത്തി വിട്ടെന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ പെൻസ്റ്റോക്കിൽ കൂടെ കടത്തി വിടാതെ ഡാമിന്റെ ടോപ്പ് ലെവലിൽ കുറച്ച് ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വെള്ളം നമ്മളുടെ സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ ബിയോണ്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ആ സ്പിൽവേസ് എന്ത് ചെയ്യും, ആ ഗേറ്റ് മെല്ലെ തുറക്കും. നമ്മളിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും, കാരണം വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ഡാം തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മഴ ഇതാവുമ്പോൾ. അതിനാണ് സ്പിൽവേസ് യൂസ് ചെയ്യുന്നത്. ഹെഡ് വർക്ക്സ്. The headworks consist of diversion structure at the head of an intake. They generally include booms and racks for diverting floating debris, sluices for bypassing debris and sediment walls, or for controlling the flow of water of the turbine. The flow of water into and throughout the headworks should be as smooth as possible. അതായത് നമ്മളുടെ ഈ ഡാമിൽക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. ഒരു ഡാമിൽക്ക് വെള്ളം ഒഴുകി വരുമ്പോൾ അവിടെ പല ഫോസിൽസ്, അതേപോലെ കല്ല്, മണ്ണ്, അതേപോലെ മരം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴുകി വരും അല്ലെ. എന്നിട്ട് ഒഴുകി വന്നിട്ട് ഈ ഡാമിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഈ ഡാമിൽ നിന്ന് നമുക്കൊരു സർട്ടൻ ഹെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും, ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ വരാൻ നോക്കിയിട്ട് അത് അടയുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് അറിയണല്ലേ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ് വർക്ക്സ് വേണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഷാർപ്പ് കോർണേഴ്സ്, അബ്രപ്റ്റ് കോൺട്രാക്ഷൻസ്, എൻലാർജ്മെന്റ് ഒന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ഹെഡ് വർക്ക് വേണം.
നെക്സ്റ്റ് സർജ് ടാങ്ക്. സർജ് ടാങ്ക് എന്താണ്? ഇതാ ഈ കാണുന്നതാണ് സർജ് ടാങ്ക്. ഓക്കെ, എന്താണത്? ഓപ്പൺ കോൺഡ്യൂട്ട്സ് ലീഡിങ് വാട്ടർ ടു ദി ടർബൈൻ റിക്വയർ നോ പ്രൊട്ടക്ഷൻ. ഈ കോൺഡ്യൂട്ട് എന്ന് പറഞ്ഞ പൈപ്പിന് നമ്മൾ കോൺഡ്യൂട്ട് എന്ന് പറയാം. നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ആ കോൺഡ്യൂട്ട് ഇത്ര കോൺഡ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം അത് ചാൻസ് കുറവാണ്. കാരണം നമുക്ക് വർക്ക്ഷോപ്പിന് സഫീഷ്യന്റ് ക്ലാസ് കിട്ടിയില്ല. കോൺഡ്യൂട്ട് എന്ന് പറഞ്ഞ പൈപ്പ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞ പൈപ്പ്. അപ്പോൾ ഓപ്പൺ ആയിട്ട്, അതായത് ഒരു പൈപ്പിന്റെ ഹാഫ് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ അതിന് പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട. ഹവർ വെൻ ക്ലോസ്ഡ് കോൺഡ്യൂട്ട്സ് ആർ യൂസ്ഡ്, പ്രൊട്ടക്ഷൻ ബിക്കംസ് നെസസറി ടു ലിമിറ്റ് ദ അബ്നോർമൽ പ്രഷർ ഇൻ ദ കോൺഡ്യൂട്ട്. ഈ കോൺഡ്യൂട്ടിൽ വരുന്ന അബ്നോർമൽ പ്രഷർ ഇതാക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് വേണം? പ്രൊട്ടക്ഷൻ വേണം. ഫോർ ദിസ് റീസൺ ക്ലോസ്ഡ് കോൺഡ്യൂട്ട്സ് ആർ ഓൾവേസ് പ്രൊവൈഡഡ് വിത്ത് എ സർജ് ടാങ്ക്. ഒരു സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എ സർജ് ടാങ്ക് ഈസ് എ സ്മോൾ റിസർവോയർ ഓർ ടാങ്ക് ഓപ്പൺ അറ്റ് ദ ടോപ്പ് in which water level rises or falls to reduce the pressure swings in the conduit. അപ്പോൾ പ്രഷർ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഇതുണ്ടാവും. എ സർജ് ടാങ്ക് ഈസ് ലൊക്കേറ്റഡ് നിയർ ദ ബിഗിനിങ് ഓഫ് ദ കോൺഡ്യൂട്ട്. ആ പ്രഷർ ചാനലിന്റെ അല്ലെങ്കിൽ പെൻസ്റ്റോക്കിന്റെ ഒക്കെ ഇടയിലായിട്ട്, അല്ലെങ്കിൽ പെൻസ്റ്റോക്കിന്റെ ഒക്കെ ഫ്രണ്ട് ഇതിലാണ് എന്ത് ചെയ്യുക? കോൺഡ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുക. പെൻസ്റ്റോക്ക് തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ എന്ത് ചെയ്യുക? ഈ കോൺഡ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുക. When the turbine is running at a steady load, turbine ഒരു steady load പറയുമ്പോൾ there are no surges in the flow of water through the conduit. Normal condition ഒരു പ്രശ്നം ഉണ്ടാവില്ല. The quantity of water flowing in the conduit is just sufficient to meet the turbine requirement. However, when the load on the turbine decreases, നമ്മുടെ ടർബൈനിന്റെ ലോഡ് ഡിക്രീസ് ചെയ്യണതനുസരിച്ച്, അല്ലെങ്കിൽ കറണ്ട് ഡിക്രീസ് ചെയ്യണതനുസരിച്ച് ഗവർണർ ക്ലോസസ് ദ ഗേറ്റ്സ് ഓഫ് ടർബൈൻ. എന്ത് ചെയ്യും? ഇവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലോസ് ആകുമ്പോൾ എന്തുണ്ടാവും? The excess water at the lower end of the conduit rushes back to the surge. അപ്പൊ ഇവിടെ വരുന്ന എക്സസ് വെള്ളം എന്ത് ചെയ്യും? ഇതിലോട്ട് ഇതാവും. Thus the conduit is prevented. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ പ്രഷർ കാരണം കൊണ്ട് ഈ കോൺഡ്യൂട്ട് പൊട്ടിപ്പോകും. അപ്പൊ ഇവിടെ വരുന്ന എക്സസ് വാട്ടർ എന്ത് ചെയ്യും? ഇവിടെ ക്ലോസ് ആയി പെട്ടെന്ന് വരുന്ന ആ പ്രഷർ ഒക്കെ റിലീസ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ പോകും. ഓക്കെ, thus the conduit is prevented from the bursting. On the other hand, when load on the turbine increases, additional water is drawn from the surge tank. ഇനി ഇതിൽ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇവിടെ കൂടുതലുള്ള വെള്ളം എന്ത് ചെയ്യും? അത് തന്നെ ഇതിൽ കിടും. Hence, a surge tank overcomes the abnormal pressure in the conduit when the load on the turbine falls and acts as a reservoir during increase of load on the ടർബൈൻ. അപ്പോൾ ടർബൈനിൽ ലോഡ് ആവശ്യമുള്ളപ്പോൾ അവിടുന്ന് വെള്ളം കൊടുക്കുകയും ചെയ്യും, ആവശ്യമില്ലാത്തപ്പോൾ അതിൽ എടുക്കുകയും ചെയ്യും. അങ്ങനെ അതൊരു എന്താണ് പറയാ, അബ്നോർമൽ പ്രഷർ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. Penstocks. Penstocks are open or closed conduits. Penstocks are open or closed conduits which carries water from the water to the turbine. They are generally made of reinforced concrete or steel. അതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. Concrete penstocks are available suitable for low heads. Low heads അതായത് 30 മീറ്ററിന്റെ ഉള്ളിലുള്ള ഹൈറ്റിനാണ് പറ്റുക. As greater pressure causes rapid deterioration of concrete. പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇത് ലൈഫ് അനുസരിച്ചിട്ട് കോൺക്രീറ്റ് ഡിറ്ററേറ്റ് ചെയ്യും. The steel penstock can be designed for any head. The thickness of the penstock increases with the head or working pressure. അപ്പൊ ഈ penstock പൈപ്പിന്റെ thickness എങ്ങനെ കൂടുക വെച്ചാല് നമ്മളെ വർക്കിംഗ് ഹെഡ് ഒക്കെ വെച്ചിട്ട്, വർക്കിംഗ് പ്രഷർ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. Various devices such as automatic butterfly valve and surge tank are provided for the protection for penstock. Penstockന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർഫ്ലൈ വാൾവും ഈ സർജ് ടാങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ്സ് ഷട്ട്സ് ഓഫ് വാട്ടർ. അപ്പം ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ്സ് എന്ത് ചെയ്യും? ഈ പെൻസ്റ്റോക്കിലേക്ക് വാട്ടർ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യും. എയർ വാൾവ് മെയിൻറ്റെയിൻസ് ദ എയർ പ്രഷർ ഇൻസൈഡ് ദ പെൻസ്റ്റോക്ക്. ഈ എയർ വാൾവ് എന്ത് ചെയ്യും? ഇവിടുത്തെ എയർ പ്രഷർ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. ഈക്വൽ ടു ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പൊ ഇതിന്റെ അറ്റ്മോസ്ഫിയർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഇതിന്റെ പ്രഷറും തമ്മിൽ എന്ത് ചെയ്യും? ഈക്വൽ ചെയ്യും. When water runs out of penstock faster than it enters, a vacuum is created which may cause penstock collapse. അപ്പൊ വെള്ളം പെട്ടെന്ന് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഇവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊളാപ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ കണ്ടീഷനിൽ എന്ത് ചെയ്യും? എയർ വാൾവ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ വാക്യൂം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എയർ ഇതിലോട്ട് ഉണ്ടാക്കും. അങ്ങനെ ഇൻസൈഡ് എയർ പ്രഷർ എന്ത് ചെയ്യും? ഔട്ട്സൈഡ് എയർ പ്രഷർ ആയിട്ട് എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് വാട്ടർ ടർബൈൻസ് ആണ്. വാട്ടർ ടർബൈൻസ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് എനർജി ഓഫ് ഫോളിംഗ് വാട്ടർ ഇൻടു മെക്കാനിക്കൽ എനർജി. വെള്ളം ഫോൾ ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ പല ടൈപ്പ് ടർബൈൻസ് ആണ് പറയുന്നത്. ഇമ്പൾസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ, അങ്ങനെ പല ടൈപ്പ് ടർബൈൻസ് ആണ് നമ്മൾ ഇനി ഇപ്പൊ ഡീൽ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ഇമ്പൾസ് ടർബൈൻ? സച്ച് ടർബൈൻസ് ആർ യൂസ്ഡ് ഫോർ ഹൈ ഹെഡ്സ്. ഇമ്പൾസ് ടർബൈൻസ് ആണ് ഹൈ ഹെഡ്സ്. ഹെഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റ്, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ആൻ ഇമ്പൾസ് ടർബൈൻ the entire pressure of the water is converted into kinetic energy in a nozzle and the velocity of the jet drives the wheel.
ഇതുണ്ടോ ഇത്രയും ഹെഡിലുള്ള വെള്ളം ഇങ്ങോട്ട് വരുന്നത് എന്ത് ചെയ്യും ഒരു നോസിൽ കൂടെ എന്ത് ചെയ്യും ഈ പെൽറ്റൻ വീലിലോട്ട് കൊടുക്കും. ദ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ടർബൈൻ ഈസ് പെൽറ്റൻ വീൽ. ഇതിനെ പെൽറ്റൻ വീൽ എന്ന് പറയാം. ഓക്കെ, ഇത് പെൽറ്റൻ വീൽ എന്ന് പറയുന്നത് ഇതിനാണ് പെൽറ്റൻ വീൽ പറയാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വീൽ ഫിറ്റഡ് വിത്ത് എലിപ്റ്റിക്കൽ ബക്കറ്റ്സ്. കണ്ടോ എലിപ്റ്റിക്കൽ ബക്കറ്റ്സ് ആയിട്ട് അലോങ് ഇറ്റ്സ് പെരിഫറി. ദ ഫോഴ്സ് ഓഫ് വാട്ടർ ജെറ്റ് സ്ട്രൈക്സ് എവിടെ ഇവിടെ സ്ട്രൈക്കിംഗ് ദ ബക്കറ്റ് ഓൺ ദ വീൽ ഡ്രൈവ്സ് ദ ടർബൈൻ. അപ്പോൾ ആ ടർബൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ജെറ്റ് ഫാളിംഗ് ഓൺ ദ ടർബൈൻ ഈസ് കൺട്രോൾഡ് ബൈ മീൻസ് ഓഫ് എ നീഡിൽ ഓർ സ്പിയർ. അപ്പോൾ ഒരു നീഡിൽ സ്പിയർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യും. അത് ഇതിൽ കാണിച്ചിട്ടില്ല. പ്ലേസ്ഡ് ഓൺ ദ ടിപ്പ് ഓഫ് ദ നോസിലാണ് ഉണ്ടാവുക. ദ മൂവ്മെന്റ് ഓഫ് ദ നീഡിൽ ഈസ് കൺട്രോൾഡ് ബൈ ദ ഗവർണർ. ഒരു എന്താണ് പറയുക ഗവർണർ യൂസ് ചെയ്തിട്ട് ഈ മൂവ്മെന്റ് ഓഫ് ദ നീഡിൽ എന്ത് ചെയ്യും ഗവൺ ചെയ്യും. ഇഫ് ദ ലോഡ് ഓൺ ദ ടർബൈൻ ഡിക്രീസസ് ദ ഗവർൺ പുഷസ് ദ നീഡിൽ ഇൻ ടു ദ നോസിൽ thereby reducing the quantity of water. അപ്പോൾ ലോഡ് കുറയണനുസരിച്ചിട്ട് ഇവർക്ക് പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യും ആ വെള്ളം വരുന്നത് ഇതാക്കും അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആക്കും. ഇനി റിയാക്ഷൻ ടർബൈൻസ് ആർ യൂസ്ഡ് ഫോർ ലോ ആൻഡ് മീഡിയം ഹെഡ്സ്. ഹൈ ഹെഡിനാണ് ഇമ്പൾസ് ടർബൈൻ യൂസ് ചെയ്യുക, ലോ ആൻഡ് മീഡിയം ഹെഡിനാണ് റിയാക്ഷൻ ടർബൈൻ യൂസ് ചെയ്യുക. ഇൻ എ റിയാക്ഷൻ ടർബൈൻ വാട്ടർ enters the runner partially with pressure energy and partially with velocity ആയിട്ട്. അപ്പൊ ഈ റിയാക്ഷൻ ടർബൈനിൽ വാട്ടർ എൻ്റർ ചെയ്യുന്നത് എങ്ങനെ പ്രഷർ എനർജിയും കുറച്ചുണ്ടാവും, അവിടെ എന്താണ് പാർഷ്യലി വെലോസിറ്റി ഹെഡും വെച്ചിട്ടാണ്. ഇനി നമ്മൾ പറഞ്ഞ റിയാക്ഷൻ ടർബൈൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫ്രാൻസിസ് ടർബൈൻ ഉണ്ട്, കപ്ലാൻ ടർബൈൻസ് ഉണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് ടർബൈൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും. ആ റിയാക്ഷൻ ടർബൈൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫ്രാൻസിസ് ടർബൈൻ ഉണ്ട്, കപ്ലാൻ ടർബൈൻസ് ഉണ്ട്. അതിൽ ഫ്രാൻസിസ് ടർബൈൻ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ ടു മീഡിയം ഹെഡിലാണ് ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഔട്ടർ റിംഗ് ഓഫ് സ്റ്റേഷനറി ഗേറ്റ് ബ്ലേഡ്സ് ഫിക്സഡ് ടു ദ ടർബൈൻ കേസിംഗ് ആൻഡ് ആൻ ഇന്നർ റിംഗ് ഓഫ് റൊട്ടേറ്റിംഗ് ബ്ലേഡ്സ് ഫോമിംഗ് ദ റണ്ണർ. അപ്പോൾ ഈ നമ്മുടെ സ്റ്റേഷനറി ഗേറ്റ് ബ്ലേഡ്സ് ഉണ്ട്, അതായത് ഔട്ടർ റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും അത് രണ്ട് സാധനങ്ങൾ കൊടുക്കുന്നതാണ്. നിങ്ങൾ അത്ര നോക്കിയാൽ മതി. ദ ഗേറ്റ് ബ്ലേഡ്സ് കൺട്രോൾ ദ ഫ്ലോ ഓഫ് വാട്ടർ ടു ദ ടർബൈൻ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേഷനറി ആയിട്ടുള്ള നമ്മളുടെ ഔട്ടർ റിംഗ് ഉണ്ടല്ലോ, ഇത് വെള്ളം ചീറ്റണ്, അവിടെ ഒരു ഗേറ്റ് ബ്ലേഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഗേറ്റ് ബ്ലേഡ് ആണ് എന്ത് ചെയ്യുന്നത് വെള്ളം എത്ര പോണം വേണ്ടെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. വാട്ടർ ഫ്ലോസ് റേഡിയലി ഇൻവേർഡ്സ് ആൻഡ് ചേഞ്ചസ് ടു എ ഡൗൺവേർഡ് ഡയറക്ഷൻ വൈൽ പാസിംഗ് ത്രൂ ദ റണ്ണർ. As water passes over the rotating blades of the runner, both the pressure and the velocity of water are reduced. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ റേഡിയലി വെള്ളം പോകുമ്പോൾ ഈ ഇതിനനുസരിച്ചിട്ട് വെള്ളം റെഡ്യൂസ് ചെയ്യണത് നോക്കും. ദിസ് കോസസ് എ റിയാക്ഷൻ ഫോഴ്സ് വിച്ച് ഡ്രൈവ്സ് ദ ടർബൈൻ. അപ്പം ഈ റൊട്ടേറ്റിംഗ് ബ്ലേഡിന്റെ അതിനെ വെള്ളം പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും ഇത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും. എ കപ്ലാൻ ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ ലോ ഹെഡ്സ് ആൻഡ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ. കപ്ലാൻ ടർബൈൻ ആണ് ലോ ഹെഡ്സ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഹെഡ് ആണ്, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കുറവായിരിക്കും. ഇറ്റ് ഈസ് സിമിലർ ടു ഫ്രാൻസിസ് ടർബൈൻ എക്സെപ്റ്റ് ദാറ്റ് റണ്ണർ ഓഫ് കപ്ലാൻ ടർബൈൻ റിസീവ്സ് വാട്ടർ ആക്സിയലി. ഇവിടെ റേഡിയലി ആണ് വെള്ളം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം ആക്സിയലി ആണ് ഉണ്ടാക്കുന്നത്. വാട്ടർ ഫ്ലോസ് റേഡിയലി ഇൻവേർട്സ് ത്രൂ ദ റെഗുലേറ്റിംഗ് ഗേറ്റ്സ് all around the sides, changing direction to the runner to axial flow. This causes a reaction force which drives the turbine. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് കപ്ലാൻ ടർബൈനിൽ എങ്ങനെ വെച്ചാൽ റേഡിയലി ഇതാവണതിന് പകരം ആക്സിയലി ആക്കുമ്പോൾ ഇങ്ങനെ വെള്ളം എന്നിട്ട് റേഡിയലി ആണ് ഇത് ആക്സിയലി. ഇത് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണ് ഞാൻ ലിങ്ക് ഇടുന്നത്. ഓക്കെ. Electrical equipment of a hydroelectric power station includes alternators, transformers, circuit breakers and other switching protective devices. Next, classification of hydroelectric power plant. Classification according to extent of water flow regulation. എങ്ങനെയാണെന്നുള്ളതാണ്. Run of river power plant without pondage ഇല്ലാത്ത run of river power plant, അതായത് റിവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ്. Run of river power plant with pondage ഉള്ളത് reservoir power plant. അപ്പോൾ run of river power plant without pondage ആണ് എന്താണ്. Some hydro power plants are so located that the water is taken from the river directly and no pondage or storage is possible. Pondage or storage ഉണ്ടാവില്ല, ഡയറക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Such plants are called the run of river power plant without pondage. Such plants can use water only as and when available. വെള്ളം എപ്പോഴാണോ ഉള്ളത് അപ്പോൾ യൂസ് ചെയ്യാം. This cannot be used at any time at will or fit any desired. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നെസസറി ഇലക്ട്രിസിറ്റി എല്ലാ സമയത്തും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണോ വെള്ളം ഉള്ളത് അപ്പോൾ പ്രൊവൈഡ് ചെയ്യാം. മാത്രമല്ല ഇവിടെ എന്താണ് നോ കൺട്രോൾ ഓൺ ഫ്ലോ ഓഫ് വാട്ടർ ആണ്. In the run of river power plant with the pondage. Pondage refers to storage at the plant which make it possible to cope and hour to hour with the fluctuation of load through a week or some longer period depending on the size of pondage. അതായത് ഒരു ചെറിയൊരു സ്റ്റോറേജ് ഉണ്ടാവും, വലിയ ഇതല്ല, ചെറിയ സ്റ്റോറേജ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഒരു ഉദാഹരണം, നമ്മൾ ലോഡ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് നമ്മള് വീട്ടില് ബൾബൊക്കെ യൂസ് ചെയ്യില്ലേ, ബൾബ് അങ്ങനെ എന്ത് ഇലക്ട്രിസിറ്റി യൂസ്
ചെയ്യണ എക്യുപ്മെന്റ് യൂസ് ചെയ്യണതിന് നമ്മൾ ലോഡ് എന്ന് സിംപ്ലി ആയിട്ട് പറയും. ഞാൻ അങ്ങനെ പറയും, ഞാനെന്നല്ല എല്ലാവരും പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ് ലോഡ് പറഞ്ഞാൽ എന്താണ്. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ വാഷിംഗ് മെഷീൻ ഒരു ലോഡാണ്, ഫ്രിഡ്ജ് ഒരു ലോഡാണ്. അപ്പൊ നമ്മൾ നോർമലി പകല് ഈ ലോഡ് കുറവായിരിക്കും. കാരണം എന്താണ്, എല്ലാവരും ലൈറ്റ് യൂസ് ചെയ്യില്ല അല്ലെ, ഫാന് യൂസ് ചെയ്യൽ കുറവായിരിക്കും, എ സി യൂസ് ചെയ്യൽ കുറവായിരിക്കും. നേരെ വെച്ചാൽ രാത്രി ഒരു ഹെവി ലോഡ് എപ്പോൾ വരച്ച് എല്ലാവരും മിക്ക റൂമിലും ബൾബ് ഇടുന്നതും അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യണത് എപ്പോഴായിരിക്കും, ഒരു 6 മണി തൊട്ടിട്ട് രാത്രി 11 മണി ഒക്കെ വരെ. അപ്പൊ ആ സമയത്താണ് ലോഡ് കൂടുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഡ് ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ അപ്പൊ ഈ സ്റ്റോറേജിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. വിത്ത് ഇനഫ് ക്വാണ്ടിറ്റി ദ ഫേം കപ്പാസിറ്റി ഓഫ് ദ പവർ പ്ലാന്റ് ഈസ് ഇൻക്രീസ്ഡ്. നല്ലൊരു സ്റ്റോറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേം കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ദാൻ എ പ്ലാന്റ് വിത്തൗട്ട് പോണ്ടേജ്. വിത്തൗട്ട് പോണ്ടേജിനെക്കാട്ടും നല്ലതാണ്. സച്ച് പവർ പ്ലാന്റ്സ് ക്യാൻ സെർവ് ആസ് ബേസ് ലോഡ് ഓർ പീക്ക് ലോഡ് പവർ പ്ലാന്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്ലോ ഓഫ് സ്ട്രീം. കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റിസർവോയർ പവർ പ്ലാന്റ്. When water is stored in a big reservoir behind a dam, ഡാമിന് വെച്ചിട്ട് it is possible to control the flow of water and use it most effectively. നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറേജ് ഇൻക്രീസസ് ദ ഫേം കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എഫിഷ്യൻലി ത്രൂ ഔട്ട് ദ ഇയർ. നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പറ്റും. ആകുമ്പോൾ കുറച്ച് കാലത്തിനേ പറ്റുള്ളൂ, വെള്ളമുള്ളപ്പോൾ സ്റ്റോർ ചെയ്യുക, ഇതാക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, നേരത്തെ റിവറിന്റെ ഫ്ലോ വെച്ചിട്ടാണ്. നെക്സ്റ്റ് സ്റ്റോറേജ് വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വാട്ടർ ഹെഡ് വെച്ചിട്ട് ലോ ഹെഡ് ഉണ്ട്, മീഡിയം ഹെഡ് ഉണ്ട്, ഹൈ ഹെഡ് പവർ പ്ലാന്റ് ഉണ്ട്. അതിൽ ലോ ഹെഡ് പവർ പ്ലാന്റ് അതായത് ലെസ് ദാൻ 30 മീറ്റർ, അതായത് ഈ ഹൈറ്റ്, അതായത് ഇവിടെ നിന്നുള്ള ഈ ഹൈറ്റ് 30 മീറ്റർ ഉള്ളതിനാണ് ലോ ഹെഡ് പറയാം. എ ടിപ്പിക്കൽ ലോ ഹെഡ് ഇൻസ്റ്റാളേഷൻ ഓർ റിവർ കൺസിസ്റ്റ് ഓഫ് എസെൻഷ്യലി എ ഡാം, ഒരു ഡാം ഉണ്ടാവും അക്രോസ് ദ സ്ട്രീം ടു ബാക്ക് അപ്പ് ദ റിവർ ആൻഡ് ക്രിയേറ്റ് എ ഫോൾ. ഓക്കെ, the water falling through the turbines and emerging river below the dam. അപ്പൊ ഇത് നമുക്കറിയാം, ഡാമിൽ ആ വെള്ളം വീഴുന്നത് ഞാൻ പറഞ്ഞു. ഡാം ഓർ ബാരേജ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ ക്രിയേറ്റ്സ് ദ നെസസറി ഹെഡ്. അപ്പൊ നമ്മൾ ഈ റിവറിന്റെ അക്രോസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നെസസറി ഹെഡ്. ദ പവർ പ്ലാന്റ് ഈസ് ലൊക്കേറ്റഡ് നിയർ ദ ഡാം, therefore no surge tank is required. ഇത് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് സർജ് ടാങ്ക് അവിടെ വേണ്ട, കാരണം ചെറിയതാണ്, ലോ ഹെഡ് ആണ്. നമ്മള് ചിലയിടത്തൊക്കെ പോകുമ്പോൾ അല്ലേ ചെറിയ പവർ പ്ലാന്റ് ആണല്ലേ, അതാണ്. മീഡിയം ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് തന്നെയാണ്. അത് ഹെഡ് ബിറ്റ്വീൻ 30 മീറ്റർ ടു 100 മീറ്റർ ആണ്. ഇൻ ദിസ് പവർ പ്ലാന്റ് ദ റിവർ വാട്ടർ ഈസ് യൂഷ്വലി ടാപ്ഡ് ഓഫ് ടു എ ഫോർവേ ഓൺ വൺ ബാങ്ക് ഓഫ് ദ റിവർ ആസ് ഇൻ ദ കേസ് ഓഫ് എ ലോ ഹെഡ് പ്ലാന്റ്. ഇതുണ്ടോ, ഇങ്ങനെയുള്ളതിൽ നിന്ന് ഇങ്ങനെ ഒരു പെൻ സ്റ്റോക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും, ചെറുതാണ്. അപ്പൊ ഇവിടുന്ന് ഇത് റിവർ ബെഡിലോട്ട് ബാക്കി ജനം പോകും. ഓക്കെ, ഫ്രം ദ ഫോർവേ ദ വാട്ടർ ഈസ് ലെഡ് ടു ദ ടർബൈൻസ് ത്രൂ ദ പെൻ സ്റ്റോക്ക്. ഇങ്ങനെ ഉള്ള ഒരു ഡാം ഉണ്ടാക്കിയാൽ ഇവിടെ ചെറിയൊരു ഇത് ഇതാക്കിയിട്ടുണ്ടാവും, അവിടുന്ന് ഇങ്ങനെ നമ്മൾ വിടും. ഫ്രം ദ ഫോർവേ ദ ഫോർവേ പ്രൊവൈഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് പെൻ സ്റ്റോക്ക്, ഫോർവേ ബിഗിനിങ് ഓഫ് പെൻ സ്റ്റോക്കിലാണ് ഉണ്ടാവുക. സെർവ്സ് ആസ് എ വാട്ടർ റിസർവോയർ ഫോർ സച്ച് പവർ പ്ലാന്റ്. ഇങ്ങനെയാണ് ഒരു ചെറിയൊരു ഡാം ഉള്ള മീഡിയം ഹെഡ് പവർ ഉണ്ടാവുക. In these plants, water is usually carried in open channel from the main reservoir to the forebay and then to the turbines to the penthouse. നമ്മൾ പറഞ്ഞില്ലേ ഓപ്പൺ ആയിട്ടാണ് ഇതിൽ വിടുക. The forebay itself serves as a surge tank in this case. അപ്പോൾ ഇത് ഓപ്പൺ ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിന്റെ മുകളിൽ കൂടെ ഓവർഫ്ലോ ചെയ്യും, പ്രശ്നങ്ങളില്ല. In this plants, horizontal shaft franchise propeller or Kaplan turbine ആണ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ ഹെഡ് ഹൈഡ്രോ പവർ പ്ലാന്റ് അത് 100 മീറ്റർ അബവ് ആണ്. വി ഹാവ് ഓൾറെഡി അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അതിനാണ് ഹൈഡ്രോ പവർ പ്ലാന്റ് വിത്ത് ഡാം, റിസർവോയർ, സർജ് ടാങ്ക്, സപ്ലൈ ഇലക്ട്രിസിറ്റി ത്രൂ ഔട്ട് ദ ഇയർ ആണ്. ഇത് നമുക്ക് ത്രൂ ഔട്ട് സപ്ലൈ ഇലക്ട്രിസിറ്റി കിട്ടും. ഈ ഹൈ ഹെഡ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ പറഞ്ഞാൽ മതി. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ അഡ്വാൻറ്റേജ്, ഇറ്റ് റിക്വയർസ് നോ ഫ്യൂവൽ ആസ് വാട്ടർ. നമുക്ക് ഫ്യൂവൽ വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എളുപ്പമാണ്, അതുകൊണ്ട് ഫ്യൂവൽ വേണ്ട. ഇറ്റ് ഈസ് ക്വൈറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സ്മോക്കോ ആഷോ ഉണ്ടാവില്ല. ഇറ്റ് റിക്വയർസ് വെരി സ്മോൾ റണ്ണിങ് ചാർജസ്, കുറച്ച് റേറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കി. ബിക്കോസ് വാട്ടർ ഇസ് ദ സോഴ്സ് ഓഫ് എനർജി വിച്ച് ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ്. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്. റിക്വയർസ് ലെസ് മെയിൻ്റെനൻസ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ ലോങ് സ്റ്റാർട്ടിംഗ് ടൈം ലൈക്ക് സ്റ്റീം പവർ സ്റ്റേഷൻ. In fact, such plants can be put into service instantly. ഈ സ്റ്റീം പവർ സ്റ്റേഷൻ ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലോങ് സ്റ്റാർട്ടിംഗ് ടൈം ഉണ്ട്. ഇറ്റ് ഈസ് റോബസ്റ്റ് ആൻഡ് ഹാസ് എ ലോങ്ങർ ലൈഫ്, 50 years വരെ കിട്ടും. It has very high efficiency, about 80% efficiency in such plants to serve many purposes. In addition to the generation of electric energy, they also help in irrigation and controlling flood. കാരണം ആ വെള്ളം പോകുന്നത് ഫുൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കൺട്രോളിംഗ് ഫ്ലഡ് പറയണമെങ്കിലും ഫ്ലഡ് വരുന്ന ടൈമിൽ നമ്മൾ തുറക്കണതല്ലേ. Although such plants require the attention of highly skilled persons at the time of construction. പക്ഷെ നല്ല skilled persons വേണം time of construction. Yet for operation, few experienced persons may do the job well.
There are some disadvantages for this. എന്താണ് ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് ഡാം. ഒരു ഡാം ഉണ്ടാക്കുന്ന ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. കാരണം വെള്ളം കെട്ടി നിർത്തണം. കാരണം ത്രൂ ഔട്ട് നിങ്ങളൊരു ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മളിപ്പോ ആ അതിരപ്പള്ളിയിൽ അക്രോസ് ഒരു ഡാം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ അതിരപ്പള്ളിയിൽ അവിടെ അതേവരെ വെള്ളം വന്നോണ്ടിരിക്കുന്ന ടൈമില് അവിടെ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ നല്ല കോസ്റ്റ് ആണ്. ആ വെള്ളം തിരിച്ചു വിടണം, നല്ല പൈസയുടെ ചെലവുണ്ട് കേട്ടോ. There is uncertainty about the availability of huge amount of water due to dependence on weather condition. സപ്പോസ് ഒരു വരൾച്ച അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ വെള്ളത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇറ്റ് ഡിക്കേഴ്സ് ഹൈ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ആസ് ദ പ്ലാന്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഹിൽ ഏരിയ. അതായത് നമ്മളിത് ഹില്ലി ഏരിയാസിലല്ലേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, ഇടുക്കി അങ്ങനത്തെ സ്ഥലത്ത്. അപ്പൊ അവിടുന്ന് നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് എത്താൻ ഹൈ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ വേണം. അതായത് ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ അല്ലേ ഇത് കണ്ടക്ടേഴ്സിൽ കൂടെ അല്ലേ ഇത് വിടുക. ഓക്കെ. കോസ്റ്റ് സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് സച്ച് എസ് എർത്ത്. ഇത് എർത്ത് ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളാണ്. സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ആർ റിക്വയർഡ് ടു ബിൽഡ് ദ ബാൻഡ്. നമുക്ക് നല്ല സ്കിൽഡ് പേഴ്സൺസ് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടി, എക്സ്പീരിയൻസും സ്കില്ലും ഒക്കെ ഉള്ളവർ. ഓക്കെ, ജനറലി ഒരു ഐഡിയ തരാം. ദ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഇൻ കേരള. അല്ലെ, ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ആണ് ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഇൻ കേരള. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് ദ പവർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 78 മെഗാവാട്ട് ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് 6 യൂണിറ്റ്സ് ഓഫ് 130 മെഗാവാട്ട് ഈച്ച് ആണ്. അപ്പൊ അവിടെ 780 മെഗാവാട്ട് ആണ് അതിന്റെ കപ്പാസിറ്റി, മനസ്സിലായോ? അതിന്റെ 6 യൂണിറ്റ്സ് ആണ് ഉള്ളത്. 6 യൂണിറ്റ്സ് ഓഫ് 130 മെഗാവാട്ട് ഉള്ള ജനറേറ്റർ ഉണ്ട്. അതിൽ 4 വർക്ക് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ളത് ഒരെണ്ണം സർവീസിലാവും, ഒരെണ്ണം നമ്മൾക്ക് റിസർവ് ആയിട്ട് വെക്കും. ഇത് കംപ്രൈസസ് ഓഫ് 3 ഡാംസ് അറ്റ് ഇടുക്കി. ഇടുക്കിയിൽ 3 ടൈപ്പ് ഡാം ഉണ്ട്. 3 ഡാം ഉണ്ട്. തോണി ഉണ്ട്, കുളമാവുണ്ട്, അതുപോലെ വേറെ അല്ല 3 ഡാം ഉണ്ട്. അത് ഒന്ന് ഇടുക്കി, ചെറുതുരുത്തി, കുളമാവ്. പിന്നെ അണ്ടർഗ്രൗണ്ട് പവർ ഹൗസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് മൂലമറ്റം. ഇതിന്റെ പവർ ഹൗസ് എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? മൂലമറ്റത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ജസ്റ്റ് ഒരു ഫിഗർ ഇട്ടപ്പോൾ ഞാൻ കണ്ടപ്പെട്ടതാണ്. ഓക്കെ, താങ്ക് യു.